ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ സ്വന്തം സ്ഥലം കഴിമ്പ്രം. കഴിമ്പ്രത്ത് വാവുബലി നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഞാൻ എത്തിച്ചേർന്ന് ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് എക്സസൈസ് ചെയ്യാനും കളിക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഇതാണ് ബലി നടക്കുന്ന സ്ഥലം. ബലി വെച്ചതിന് ശേഷം കടലിൽ കൊണ്ടുപോയിട്ട് നമ്മളിതൊക്കെ ഒഴുക്കൂലേ, ഇവിടെ ചെയ്തിട്ടാണ് അങ്ങോട്ട് പോണത്, കടപ്പുറത്തേക്ക്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കടൽ. ശാന്തി എല്ലാവർക്കും മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ മന്ത്രങ്ങൾ ഉരുവിട്ടിട്ടാണ് നമ്മൾ ബലിതർപ്പണം നടത്തുന്നത്. അതെ, കടപ്പുറത്ത് വല വീശണ്. വലയിലൊന്നും കിട്ടണില്ല കേട്ടോ. പക്ഷേ ആളുടെ കൂടെ കുറച്ച് നായ്ക്കളുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള മീന് വേണ്ടിയിട്ടാണ് ആൾ വല വീശണേന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. ഞാൻ അവർക്ക് കൊടുക്കാനായിട്ടാണ് മീൻ. പിന്നെ രാവിലെ തന്നെ ഒരു എക്സസൈസ് കൂടി ആവുമല്ലോ എന്ന്. വീശണ വലയ്ക്ക് നല്ല കനമുണ്ടല്ലോ, അത് വെയിറ്റ് എടുത്തിട്ട് കറങ്ങി ഇങ്ങനെ എറിയുമ്പം നല്ല എക്സസൈസാണ് അത്രേ. വല വിരിച്ച് 1-2 മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നായ്ക്കൾക്ക് കൊടുത്ത ആൾ. എത്ര കണ്ടാലും മതി വരാത്തൊരു ഇതാണ് കടൽ. ബലി കഴിഞ്ഞിട്ട് വാവ് കൂട്ടിക്കഴിഞ്ഞിട്ട് കടലിൽ മുങ്ങാൻ ആൾക്കാരിങ്ങനെ വരിയായിട്ട് വരികയാണ് ഈ കാണുന്നത്. കടലിൽ അത്യാവശ്യം തിരമാലകളൊക്കെ നല്ല ശക്തിയുള്ള കാരണം അവിടെ പോലീസൊക്കെ ഉണ്ട്. ഇറങ്ങരുതെന്നുള്ള കർശനമായ നിർദ്ദേശങ്ങളും ഉണ്ട്. കടലിലധികം ദൂരം ഇറങ്ങരുത്. നല്ല കലങ്ങിയ വെള്ളമാണ് അതിൻ്റെ അകത്തിട്ട. ആരും തന്നെ അത്ര ധൈര്യപ്പെട്ടങ്ങ് ഇറങ്ങണമില്ല. അടുത്തൊക്കെ നിന്നിട്ട് ഒന്നും മുങ്ങി കുളിക്കുക. ചിലർക്ക് ഇങ്ങനെ കടലിൽ മുങ്ങിയിട്ട് വേണം ബലി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ എന്നുള്ളൊരു നിർബന്ധമുള്ളവർ അടുത്ത് തന്നെ നിന്നൊന്ന് മുങ്ങിയിട്ട് പോവുകയാണ്. കടപ്പുറത്ത് കയറ്റി വെച്ചേക്കണ വള്ളങ്ങളാണ്. ഇന്ന് പണിക്ക് പോകാത്ത വള്ളങ്ങളാണ് കയറ്റി വെച്ചേക്കുന്നത്. ഇവിടെ നമ്മുടെ ഭരണകൂടം ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് മുതിർന്നവർക്ക് വ്യായാമം ചെയ്യാനും കുട്ടികൾക്ക് കളിക്കാനുമുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു കൂടാരം. കുട്ടികൾ ഇതിനകത്ത് കയറി ഇറങ്ങി കളിക്കാറുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇത് കാരണം കുട്ടികളൊന്നും ഇല്ല ഇതിനകത്ത്. കുട്ടികളാരും തന്നെ വന്നിട്ടില്ല. എല്ലാവരും എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. നടക്കാൻ പാതയൊക്കെ ഇട്ടിട്ടുണ്ട്. സുനാമി വന്ന സമയത്ത് കടൽ കരയിലോട്ട് കയറാതിരിക്കാനായിട്ട് നട്ട് വളർത്തിയതാണ് ഈ കാറ്റാടി മരങ്ങൾ. കാറ്റാടി മരങ്ങളുടെ വേര് കടലിങ്ങനെ കരയിലേക്ക് വരാതിരിക്കാൻ ഇതിനെ തടയും എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതിന് ധാരാളം കാറ്റാടി മരങ്ങൾ നട്ട് വളർത്തിയിട്ടുണ്ട് ഇവിടെ. കുട്ടികൾക്ക് ഓടി നടന്ന് ഞങ്ങൾ കുട്ടീനായിട്ട് ഇവിടെ പോവാറുണ്ട്. കുട്ടികൾക്ക് ഇരുന്നാടാനുള്ള ഊഞ്ഞാൽ, മുതിർന്നവർക്ക് വ്യായാമം ചെയ്യാനുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. ഇരുന്ന് കാറ്റ് കൊള്ളാനും സൊറ പറയാനും ഒക്കെ ബെഞ്ചുകളൊക്കെ പണിതിട്ടിട്ടുണ്ട്. ഡിസംബർ അവസാനം തുടങ്ങി ജനുവരി 1 ഇവിടുത്തെ ബീച്ച് ഫെസ്റ്റിവൽ വരുന്നതും അവസാനിക്കുന്നത് ജനുവരി 1. തുടങ്ങുന്നത് ഡിസംബർ അവസാനത്തോടു കൂടി. കലാകായിക മത്സരങ്ങളും ഒരുപാട് പരിപാടികൾ ഇവിടെ ഉണ്ടാവും. അന്നിവിടം ജനസാഗരമായിരിക്കുള്ളൂ. വ്യായാമം ചെയ്യാനുള്ള ഒരു ഉപകരണമാണിത്. ഒരുപാട് സ്റ്റാളുകളും ഒക്കെ ആയിട്ട് ശരിക്കൊരാഘോഷം തന്നെയാണ്.
ഞങ്ങളുടെ കഴിമ്പറത്തിനെ പറ്റി ഇത്രയൊക്കെ വിവരണങ്ങൾ ഞാൻ ചെയ്തില്ലേ, പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക.